ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗമാണിത്. ഇസ്ലാമിന്റെ പ്രചാരണത്തിന് വേഗം കൂടി. മർദ്ദനങ്ങൾ കൊണ്ടൊന്നും അത് തടയാനായില്ല. പുതിയൊരു മാർഗത്തെക്കുറിച്ച് അവർ ഗൗരവമായി ചിന്തിച്ചു. മുഹമ്മദിനെ വധിക്കണം, അതുവരെ ബഹിഷ്കരണം. ബനു ഹാഷിം കുടുംബത്തെ ബഹിഷ്കരിക്കുക. ശത്രുപക്ഷത്തെ ഗോത്രങ്ങളെല്ലാം യോജിച്ചു. അവർ ഒരു കരാർ പത്രം എഴുതിയുണ്ടാക്കി കഅബാലയത്തിൽ പ്രദർശിപ്പിച്ചു. ബനു ഹാഷിം കുടുംബക്കാരുമായി സംസാരിക്കുകയില്ല, ഒരു സാധനവും അവർക്ക് കൊടുക്കില്ല, അവരിൽ നിന്നും യാതൊന്നും സ്വീകരിക്കുകയുമില്ല, വിവാഹബന്ധമില്ല, ചടങ്ങുകൾക്ക് ക്ഷണിക്കുകയുമില്ല. ബനു ഹാഷിം ഒറ്റപ്പെട്ടു. പ്രശസ്തയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പോലും. ഷെയ്ബ് അബി ത്വാലിബ് എന്നു പേരുള്ള ഒരു മലഞ്ചെരിവുണ്ട്. പരമ്പരാഗതമായി ഹാഷിം കുടുംബത്തിന്റേതാണ്. തന്റെ പ്രധാന അഭയ കേന്ദ്രങ്ങളായ അബൂ ത്വാലിബും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും മറ്റും കുടുംബാംഗങ്ങളും ഒന്നിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മലഞ്ചെരിവിലേക്ക് പോയി. സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും എല്ലാം ഉണ്ട്. ദുരിതം നിറഞ്ഞ ജീവിതം. കുറെ നാളുകൾ കടന്നുപോയപ്പോൾ ഭക്ഷണപാനീയങ്ങൾ തീർന്നു. മരത്തിന്റെ ഇലകൾ വരെ ഭക്ഷിച്ചു. ആടിന്റെയും ഒട്ടകത്തിന്റെയും ഉണങ്ങിയ തോൽക്കഷ്ണങ്ങൾ വെള്ളത്തിലിട്ട് പാകപ്പെടുത്തി കടിച്ചു തിന്നു. കുഞ്ഞുങ്ങൾ വിശന്നു കരഞ്ഞു. ഉമ്മമാർ ചെറിയ ഉരുളൻ കല്ലുകൾ കരുതി വെച്ചു. കരയുന്ന കുഞ്ഞുങ്ങളുടെ വായിലിട്ട് കൊടുക്കും. കുഞ്ഞുങ്ങൾ വെറുതെ അത് ഉറിഞ്ചി ഉമിനീര് കുടിക്കും. നാട്ടിലെവിടെയും ഇറങ്ങാൻ നിവൃത്തിയില്ല. പരിചയക്കാർ കണ്ടാൽ മിണ്ടില്ല, മുഖം തിരിച്ചു കളയും. ഇങ്ങനെ 3 വർഷങ്ങൾ. സങ്കടം നിറഞ്ഞ കാലം. കയ്യിൽ പണമുണ്ടായിട്ടും കാര്യമില്ല. പണം കൊടുത്താൽ ഒരാളും സാധനങ്ങൾ തരില്ല. എന്തൊരു ജീവിതം! 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചിലർക്ക് മനസ്സലിഞ്ഞു. ബഹിഷ്കരണക്കാർ ദുർബലപ്പെടുമെന്ന് ചിലർ വാദിച്ചു. അവരിൽ ഒരാളാണ് സുഹൈർ. ഒരു പ്രഭാതത്തിൽ സുഹൈർ കഅബാലയത്തിൽ വന്നു. അബൂജഹലും മറ്റു നേതാക്കളും ഇരിക്കുന്നു. ഈ കരാർ എഴുതിയപ്പോൾ തന്നെ ഞങ്ങളതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. ഞാനിതാ ഈ കരാർ പത്രം കീറിക്കളയാൻ പോകുന്നു. ഖുത്അംബിനു അദിയ വിളിച്ചു പറഞ്ഞു. ചെന്ന് നോക്കുമ്പോൾ കരാർ പത്രം ചിതൽ തിന്നു തീർത്തിരിക്കുന്നു. കീറിക്കളയാനൊന്നുമില്ല. ബഹിഷ്കരണം ദുർബലപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ടു. മലഞ്ചെരുവിൽ നിന്ന് വരുന്ന മനുഷ്യരുടെ രൂപം, എല്ലും തോലും മാത്രം. 3 വർഷത്തെ ജീവിതം അവരെ വല്ലാതെ തളർത്തിയിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആരോഗ്യം തകർന്നുപോയി. അവരും മക്കളും മലഞ്ചെരുവിൽ നിന്നും വീട്ടിലേക്ക് വന്നു. കണ്ടാൽ മിണ്ടാതെ മുഖം തിരിച്ചിരുന്ന പലരും ഇപ്പോൾ സംസാരിക്കുന്നു, ചിരിക്കുന്നു. പലർക്കും സഹതാപം. ധനികയായ ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ സ്വത്തിന്റെ നല്ലൊരു ഭാഗം ഇസ്ലാം മതം സ്വീകരിച്ച അടിമകൾക്കും പാവങ്ങൾക്കും വേണ്ടി ചിലവാക്കി കഴിഞ്ഞിരുന്നു. മലഞ്ചെരുവിൽ നിന്നും വന്ന ശേഷം അവർ രോഗിയായി. ജീവിതത്തിന്റെ സായം സന്ധിയിലാണവർ. കടന്നുപോയ ജീവിതത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കി. കുബേര കുടുംബത്തിൽ പിറന്നു, കൺമണിയായി വളർന്നു. അള്ളാഹുവിന്റെ പ്രവാചകരുടെ പത്നിയാകാൻ കഴിഞ്ഞു. പ്രവാചകരുടെ സന്താനങ്ങളെ പ്രസവിച്ചു. പുത്രന്മാർ ജീവിച്ചിരിപ്പില്ല. പുത്രിമാരെ നല്ല നിലയിൽ വളർത്തി. സൈനബിനെ കെട്ടിച്ചയച്ചു. റുഖിയയെയും കെട്ടിച്ചയച്ചു. ഉമ്മു കുൽസു വിവാഹമോചിതയായി. ഫാത്തിമ എന്ന പൊന്നോമന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണും പോലെ തന്നെയാണ്. പൊന്നുമോളെ കെട്ടിച്ചയക്കണം. എല്ലാം ഇസ്ലാമിന് വേണ്ടി ത്യജിച്ചു. പ്രവാചകരോടൊപ്പം നിന്നു. എല്ലാ സുഖദുഃഖങ്ങളും പങ്കുവെച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും പരിഹസിക്കപ്പെട്ടു, ചോദ്യം ചെയ്യപ്പെട്ടു, പലവിധ ഉപദ്രവങ്ങൾ സഹിച്ചു. ഒടുവിൽ ബഹിഷ്കരണവും. പട്ടിണി കിടന്ന് ആരോഗ്യം പോയി. കുബേരപുത്രി രോഗിയായി. വൃദ്ധനായ അബൂ ത്വാലിബ്. 3 വർഷത്തെ കഷ്ടപ്പാടുകൾ അദ്ദേഹത്തെ തീർത്തും അവശനാക്കിയിരുന്നു. അബൂ ത്വാലിബ് കിടപ്പിലായി. എന്തെല്ലാം അനുഭവങ്ങൾ, മറക്കാനാവാത്ത സംഭവങ്ങൾ എല്ലാം ഓർമ്മയിൽ തെളിയുകയാണ്. പിതാവ് അബ്ദുൽ മുത്തലിബ് ജീവിച്ചിരുന്ന കാലം, ഓർമ്മയിലെ സുവർണ നാളുകൾ, പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുള്ള, ആമിനയുമായുള്ള വിവാഹം, ഷാമിലേക്കുള്ള കച്ചവട യാത്ര, യസ്രീബിൽ വെച്ചുള്ള മരണം, ആമിനയുടെ അന്ത്യം, ബാപ്പയുടെ വസിയത്ത്, സഹോദരപുത്രനെ സംരക്ഷിക്കണം, ആ വസിയത്ത് പാലിക്കാൻ ആവും വിധം ശ്രമിച്ചു. ബാപ്പ, അങ്ങയുടെ വസിയത്ത്, അത് പാലിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. മക്കക്കാർ എന്നെ ബഹിഷ്കരിച്ചു ബാപ്പ. 3 വർഷം ഞങ്ങൾ മലഞ്ചെരുവിൽ കഴിഞ്ഞു. ബാപ്പയുടെ ബന്ധുക്കൾ ആഹാര പാനീയങ്ങളില്ലാതെ കഷ്ടപ്പെട്ടു. എന്റെ ശരീരം തകർന്നു പോയി ബാപ്പ. ഞാൻ കിടപ്പിലായി. ഇനി ഏറെ നാൾ ജീവിച്ചിരിക്കില്ല. മരണത്തിന്റെ കാലച്ച കാതോർത്തിരിക്കുകയാണ് ഞാൻ. അവസാനം ആ നിമിഷങ്ങൾ എത്തിപ്പോയി. മരണത്തിന്റെ മാലാഖ വന്നു. അനുവദിക്കപ്പെട്ട ദിവസങ്ങൾ വലിച്ചു തീർത്തു. എല്ലാം നിശ്ചലമായി. കണ്ണുകളടഞ്ഞു. മക്കക്കാർ ആ ദുഃഖവാർത്ത കേട്ടു. അബൂ ത്വാലിബ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. അൽ അമീൻ പൊട്ടിക്കരഞ്ഞു. ഖുറൈശികളിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിയ ആ കോട്ട തകർന്നിരിക്കുന്നു. തനിക്ക് വേണ്ടി എത്രമാത്രം ത്യാഗം സഹിച്ചു. എന്നിട്ടും ഷഹാദത്ത് കലിമ ചൊല്ലിയില്ല. എത്ര കൊതിച്ചതാണെന്ന് ചൊല്ലി കേൾക്കാൻ മരണത്തിന്റെ ആവരണം വീഴും വരെ കാത്തിരുന്നു. പലതവണ പറഞ്ഞു നോക്കി, ഫലിച്ചില്ല. മുഹമ്മദിന്റെ ദീൻ അത്യുത്തമമാണെന്ന് എനിക്കറിയാം. എന്നാലും മക്കക്കാരുടെ ആക്ഷേപത്തെ ഞാൻ ഭയക്കുന്നു. ആ നിലയിൽ മരിച്ചു പോയല്ലോ. അബൂ ത്വാലിബിന് പകരം മറ്റൊരാളില്ല. ആലംബമില്ലാത്ത ദിനങ്ങൾ വരികയായി. ഖുറൈശികൾക്ക് ദുഃഖവും സന്തോഷവും ഒന്നിച്ചായിരുന്നു. തങ്ങളുടെ നേതാവായ അബൂ ത്വാലിബ് ഭരിച്ചു. ദുഃഖമുണ്ട്. അന്ത്യനിമിഷത്തിൽ പോലും ഇസ്ലാം സ്വീകരിച്ചില്ല. അതിൽ സന്തോഷവുമുണ്ട്. ഖുറൈശികളെ അത്യധികം ആഹ്ലാദിപ്പിച്ചത് അതല്ല. അബൂ ത്വാലിബ് ഒരു കോട്ടയായിരുന്നു മുഹമ്മദിന്. ആ കോട്ടയിൽ കയറി ആക്രമിക്കാൻ പ്രയാസമാണ്. ആ കോട്ട തകർന്നു പോയിരിക്കുന്നു. ഇനി ആക്രമണത്തിന് വേഗം കൂട്ടാം. തടസ്സങ്ങളൊന്നുമില്ലല്ലോ. മുഹമ്മദിന് കടുത്ത ദുഃഖവും കാണും. ഖുറൈശികൾ അതോർത്ത് വല്ലാതെ സന്തോഷിച്ചു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും അവശയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്വസ്ഥനായി. തന്റെ 2ാമത്തെ അഭയ കേന്ദ്രമാണിത്. എല്ലാ പ്രയാസങ്ങളും പങ്കുവെക്കാൻ തയ്യാറായ വിലമതിക്കാനാവാത്ത മഹിളാരത്നം. അവരുടെ വാക്കുകൾ തനിക്ക് ആശ്വാസം നൽകി. സമ്പത്ത് തുണയായി. പ്രയാസങ്ങൾ നേരിടാൻ പ്രചോദനമായി. ഇന്നിതാ വീണു കിടക്കുന്നു. സമ്പാദ്യങ്ങളെല്ലാം ദീനിന്റെ മാർഗത്തിൽ ചിലവാക്കി. ഇപ്പോൾ ദരിദ്രയായി, രോഗിയായി, മലഞ്ചെരുവിൽ പട്ടിണി കിടന്നു. ഭാര്യയുടെ ആരോഗ്യനില പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിച്ചു. അബൂ ത്വാലിബിന്റെ മരണം, ഭാര്യയുടെ രോഗം, ഖുറൈശികൾക്ക് ആഹ്ലാദം. ഒടുവിൽ അതും സംഭവിച്ചു. ഇഷ്ടജനങ്ങളെല്ലാം ദുഃഖത്തിലാഴ്ത്തി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രവാചക പത്നി വഫാത്തായി.
ഖുറൈശികൾ മതിമറന്ന് ആഹ്ലാദിച്ചു. മുസ്ലിങ്ങൾ ദുഃഖഭാരത്തോടെ ഖബറടക്കൽ കർമ്മം നിർവഹിച്ചു. മണ്ണിൽ നിന്നും വന്ന് മണ്ണിലേക്ക് തന്നെ മടങ്ങി. സത്യവിശ്വാസികൾക്കെല്ലാം അവർ ഉമ്മയായിരുന്നു. ഉമ്മ പരലോകത്തേക്ക് യാത്രയായി. മക്കൾ ദുഃഖത്തിലമർന്നു. ദുഃഖവർഷം. അബൂ താലിബും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും മരണപ്പെട്ട വർഷത്തെ ദുഃഖവർഷം എന്ന് വിളിക്കുന്നു. ഖുറൈശികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കി നടക്കുന്നു. ഒരു ദ്രോഹി വിളിച്ചു പറഞ്ഞു, അതാ പോകുന്നു മുഹമ്മദ്. കാണേണ്ട താമസം അവർക്ക് ആവേശം വന്നു. ഓടിച്ചെന്ന് മണ്ണ് വാരി തലയിലിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യം നിറഞ്ഞ ശിരസിൽ മണ്ണ്, ശരീരത്തിലും വസ്ത്രത്തിലുമെല്ലാം മണ്ണ്. സഹിച്ചു, എതിർത്തൊന്നും പറഞ്ഞില്ല, ശപിച്ചില്ല. വേഗം നടന്നുപോയി. വീട്ടിൽ ചെന്ന് കഴുകിക്കളഞ്ഞു. ബാപ്പയുടെ അവസ്ഥ കണ്ട് മക്കൾ കണ്ണു തുടച്ചു. ഇനി അങ്ങനെ പലതും സംഭവിക്കും. അബൂ താലിബില്ലല്ലോ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ സമീപം നിൽക്കുന്നു. ഒരു കൂട്ടം ഖുറൈശി നേതാക്കൾ വന്നു. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുപ്പായം പിന്നിൽ നിന്നും പിടിച്ചു വലിച്ചു. മറ്റൊരാൾ മുന്നോട്ട് തള്ളി. പിടിവലിയായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷമിച്ചു പോയി. ദുർബലരായ വിശ്വാസികൾ അകലെ നോക്കി നിൽക്കുകയാണ്. ഇടപെടാൻ പറ്റില്ല. ഖുറൈശി പ്രമുഖരാണ്. അവർ ആശങ്കാകുലരായി. അതാ ഒരാൾ ഓടി വരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം കുതിച്ചെത്തി. അക്രമികളെ നേരിട്ടു. ഒരാളെ പിടിച്ചു തള്ളി. മറ്റൊരാളെ തൊഴിച്ചു മാറ്റി. ചിലർ വീണു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ടായിരുന്നു, അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞ കാരണത്താൽ നിങ്ങൾ ഒരാളെ കൊല്ലാൻ നോക്കുകയാണോ? അക്രമികൾ പിരിഞ്ഞുപോയി. ഖുറൈശികളുടെ മർദ്ദനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരുടെയെങ്കിലും സഹായം ലഭിക്കണം. ത്വായിഫിലെ ബന്ധുക്കളെ കുറിച്ചോർത്തു. സഖീഫ് ഗോത്രക്കാർ. അവരെ ചെന്നു കാണാം. വല്ല സഹായവും ലഭിച്ചേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സയ്യിദ് റളിയല്ലാഹു അൻഹുവും കൂടി ത്വായിഫിലേക്ക് പുറപ്പെട്ടു. പ്രതീക്ഷയോടെയാണ് ത്വായിഫിലെ നേതാക്കളെയും ദരിദ്രരെയും ഒക്കെ കണ്ടത്. ഇസ്ലാം മതത്തെ പരിചയപ്പെടുത്തി. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. നിന്നെ അല്ലാതെ മറ്റാരെയും കിട്ടിയില്ലേ പ്രവാചകനാക്കാൻ? പരിഹാസപൂർവ്വമുള്ള ചോദ്യം. കൂട്ടച്ചിരി. അവർ ഗുണ്ടകളെ വിളിച്ചുകൂട്ടി. ഇവരെ കല്ലെറിഞ്ഞോടിക്കണം. തെമ്മാടികൾ കൂട്ടത്തോടെ ഓടി വന്നു. കൂക്കി വിളിക്കാനും എറിയാനും തുടങ്ങി. രക്ഷപ്പെടാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സയ്യിദ് റളിയല്ലാഹു അൻഹുവും ഓടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽ കല്ലുകൊണ്ട് മുറിഞ്ഞു. രക്തമൊഴുകി. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിരസിൽ കല്ലേറിക്കൊണ്ട് രക്തമൊഴുകി. മക്കക്കാരായ മുശ്രിക്കുകളാണ് ഉത്ബയും ഷൈബും. രണ്ടുപേരും ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അവരുടെ മുന്തിരിത്തോട്ടത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സയ്യിദും ഓടിക്കയറി. തെമ്മാടികൾ പിന്മാറി. ഇരുവരും അവശരായി ഇരുന്നു പോയി. ഈ രംഗമൊക്കെ അകലെ നിന്ന് നോക്കി നിൽക്കുകയായിരുന്നു തോട്ടമുടമകൾ. അവർക്ക് വിഷമം തോന്നി. അവരുടെ വേലക്കാരനുണ്ടായിരുന്നു. പേര് അദ്ദാസ്. ക്രൈസ്തവനാണ്. തോട്ടമുടമകൾ അദ്ദാസിനോട് പറഞ്ഞു, ഒരു കുലമുന്തിരി മുഹമ്മദിന് കൊണ്ടുപോയി കൊടുക്കുക. മുന്തിരിക്കുലയുമായി അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തെത്തി. ക്ഷീണിതനായ പ്രവാചകൻ മുന്തിരിക്കുല വാങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി ഒരെണ്ണം വായിലിട്ടു. ഈ നാട്ടുകാരും പറയാത്ത വാക്കാണല്ലോ ഇത്? അദ്ദാസ് അത്ഭുതത്തോടെ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു ചോദിച്ചു, നിന്റെ നാടെവിടെ? നീനവേ. ഓഹോ, യൂനിസ് നബിയുടെ നാട്ടുകാരൻ. എന്ത്? യൂനിസ് നബിയെ താങ്കൾക്ക് എങ്ങനെ അറിയാം? യൂനിസ് എന്റെ സഹോദരനാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ. ഞാനും അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അദ്ദാസ് അമ്പരന്ന് പോയി. താനൊരു പ്രവാചകന്റെ മുമ്പിലാണോ നിൽക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാം മതത്തെ പരിചയപ്പെടുത്തി. അദ്ദാസിന്റെ മനസ്സിൽ സത്യവിശ്വാസത്തിന്റെ പ്രകാശം. ഉടനെ മുട്ടുകുത്തി. അവിടുത്തെ ശിരസിലും പാദങ്ങളിലും കരങ്ങളിലും ചുംബിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അള്ളാഹുവേ, ഈ ജനത അറിവില്ലാത്തവരാണ്. അവർക്ക് നീ പുറത്തു കൊടുക്കണമേ. കുറെ നേരത്തെ വിശ്രമത്തിന് ശേഷം അവിടെ നിന്നും എഴുന്നേറ്റ് മക്കയിലേക്ക് യാത്രയായി. ത്വായിഫിലെ സംഭവങ്ങൾ ഇതിനകം മക്കയിൽ അറിഞ്ഞിരുന്നു. ഖുറൈശികൾ മതിമറന്ന് ആഹ്ലാദിച്ചു. വേണം, അവരത് കിട്ടണം. ചിലർ തുള്ളിച്ചാടി. അവനിങ്ങ് വരട്ടെ. മക്ക പട്ടണത്തിലേക്ക് ആയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സയ്യിദും മക്കയുടെ അതിർത്തിയിലെത്തി. ഖുറൈശികൾ തടഞ്ഞു. പോ, നീ ഇങ്ങോട്ട് വരണ്ട. ശക്തമായ ഉപരോധം. ഇത് കേട്ട് അബ്ദുമനാഫിന്റെ സന്തതികളിൽപ്പെട്ട മുത്ഈം ബിനു അദിയ രംഗത്ത് വന്നു. ആയുധങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് വന്നത്. മുഹമ്മദിനെ തടയാൻ നിങ്ങൾക്ക് എന്ത് അവകാശം? മുത്ഈം കയർത്തു. ഒരു ഏറ്റുമുട്ടലിന്റെ വാക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഉപരോധം വേണ്ടെന്ന് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് പ്രവേശിച്ചു. തളർന്നുപോയി, അവശനായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട വിശ്വാസികൾക്കത് സഹിക്കാനായില്ല. ദുഃഖം കൊണ്ട് പലരും കരഞ്ഞു. മർദ്ദനം അസഹ്യമാവുകയാണ്. മക്ക ജീവിതം ദുസ്സഹമായിരിക്കുന്നു. ഒരു മാർഗം തുറന്നു കിട്ടാൻ വേണ്ടി അവർ കാത്തിരുന്നു. അങ്ങനെ നുബൂവത്ത് കിട്ടിയിട്ട് 10 വർഷമാകുന്നു. ആ വർഷം ഹജ്ജ് കാലം വന്നു. പുറം നാടുകളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ചെന്ന് കാണും. ഇസ്ലാം മതത്തെ പരിചയപ്പെടുത്തും. യസ്രിബിൽ 2 പ്രധാന ഗോത്രങ്ങളായിരുന്നു ഔസും ഖസ്റജും. ഇവരുടെ പൂർവികന്മാർ യമനിലാണ് താമസിച്ചിരുന്നത്. ചരിത്രപരമായ കാരണങ്ങളാൽ അവർ യമൻ വിട്ടു യസ്രിബിൽ വന്ന് താമസമാക്കി. അവർക്കിടയിൽ വളർന്നു വന്ന ഗോത്രങ്ങളാണ് ഔസും ഖസ്റജും. യസ്രിബിൽ ധാരാളം ജൂതന്മാർ താമസിക്കുന്നുണ്ട്. അവരെല്ലാം വലിയ കച്ചവടക്കാരാണ്, നല്ല പണിക്കാരും. പലിശയ്ക്ക് പണം കൊടുക്കും. യസ്രിബുകാർ കടം വാങ്ങും. മുതലും പലിശയും ചേർത്ത് മടക്കി കൊടുക്കണം. ജൂതന്മാർ പലിശ കൊണ്ട് സമ്പന്നരായി. സ്വർണ്ണാഭരണ കടകളും അവരുടെ വക. സ്വർണ്ണപ്പണ്ടങ്ങൾ പണയം വെച്ചാൽ അവർ പൈസ കൊടുക്കും. യസ്രിബുകാർ ബിംബാരാധകരാണ്. അവരുടെ കൈവശം വേദഗ്രന്ഥമില്ല. ചില ആചാരങ്ങൾ പിന്തുടരുന്നു. ജൂതന്മാർ പറയുന്നതൊക്കെ അവർ കേട്ട് മനസ്സിലാക്കും. ഈ ലോകത്തൊരു സൃഷ്ടാവുണ്ട്. അവർ പ്രവാചകന്മാരെ അയക്കുന്നു, വേദങ്ങൾ ഇറക്കുന്നു. പരലോക ജീവിതമുണ്ട്. ഒരു പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട്. ജൂതന്മാർ യസ്രിബുകാരെ തമ്മിൽ തല്ലിക്കും. ഔസിനും ഖസ്റജിനും ഇടയിൽ യുദ്ധം നടന്നാൽ നേട്ടം ജൂതർക്കാണ്.
ഔസ് ഖസ്റജ് എന്നിവരെ തെറ്റിദ്ധരിപ്പിച്ചു. അവർ തിരിച്ചും അതൊരു യുദ്ധത്തിന് വഴിവെച്ചു. ഇരുപക്ഷത്തും ധാരാളം പേർ മരിച്ചു. ഈത്തപ്പനത്തോട്ടങ്ങൾ കത്തിനശിച്ചു. വീടുകൾ തകർത്തു. യുദ്ധം അവസാനിക്കുമ്പോഴേക്കും രണ്ടു കൂട്ടരും പരമ ദരിദ്രരായി കഴിഞ്ഞിരുന്നു. ഈ കാലത്തിലാണ് ഹജ്ജ് കാലം വന്നത്. ഖസ്റജ് ഗോത്രക്കാരായ 6 പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബക്ക എന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി. അവർ പരിചയപ്പെട്ടു. പല കാര്യങ്ങളും സംസാരിച്ചു. ഈ കഥയുടെ 25-ാം ഭാഗം അടുത്ത വീഡിയോ ആയി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.